26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. നീറ്റ് യുജി പരീക്ഷാഫലം പ്രഖ്യാപിച്ച് NDA MBBS BDS അടക്കമുള്ള ബിരുദ മെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള പരീക്ഷാഫലമാണ് പ്രസിദ്ധീകരിച്ചത്. മെഡിക്കൽ പ്രവേശനവും കൗൺസിലിംഗ് നടപടികളും സമയബന്ധിതമായി നടത്തുമെന്ന് NTA അറിയിച്ചു. രാജ്യത്തെ MBBS BDS ആയുഷ് അനുബന്ധ ബിരുദ മെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായി നടന്ന നീറ്റ് യുജി പരീക്ഷാഫലം പ്രഖ്യാപിച്ചിരിക്കുകയാണ് NTA. 11.21 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷയിൽ യോഗ്യത നേടിയത്. മെഡിക്കൽ പ്രവേശനവും കൗൺസിലിംഗ് നടപടികളും സമയബന്ധിതമായി നടത്തുന്നതിനായാണ് ഫലം പ്രഖ്യാപിച്ചതെന്ന് NTA അറിയിച്ചു. ഓൾ ഇന്ത്യ റാങ്ക് പട്ടിക, സംസ്ഥാന ടോപ്പർമാർ, വിഭാഗം തിരിച്ചുള്ള ടോപ്പർമാർ, കട്ട് ഓഫ് മാർക്ക്, വിവിധ ഭാഷകളിലെ പരീക്ഷാർത്ഥികളുടെ വിവരങ്ങളും NTA പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് NTAയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് സ്കോർ കാർഡ് ഡൗൺലോഡ് ചെയ്യാം. പഞ്ചാബ് സ്വദേശിയായ ആര്യൻ ഗുപ്തയും ഹരിയാനയിലെ പാൻഷുൽ ബൻസാലും 720-ൽ 715 മാർക്ക് നേടി ദേശീയതലത്തിലെ 1ാം റാങ്ക് പങ്കിട്ടിട്ടുണ്ട്. 19 വിദ്യാർത്ഥികളാണ് 700 മാർക്കിന് മുകളിൽ നേടിയത്. 138 വിദ്യാർത്ഥികൾ 690-ൽ കൂടുതൽ മാർക്ക് നേടിയിട്ടുണ്ട്. 1492 പേർ 650-ലധികം മാർക്കും 10,160 പേർ 600-ലധികം മാർക്കും നേടി. 90,780 വിദ്യാർത്ഥികൾക്ക് 500-ൽ കൂടുതൽ മാർക്ക് ലഭിച്ചിട്ടുണ്ട്. മികച്ച പ്രകടനം കാഴ്ചവെച്ച ആദ്യ 138 പേരിൽ 93%-ലധികം പേരും ആദ്യമായാണ് നീറ്റ് പരീക്ഷ എഴുതിയതെന്ന പ്രത്യേകതയുമുണ്ട്. 17 മുതൽ 19 വയസ്സുവരെയാണ് ഇവരിൽ ഭൂരിഭാഗം പേരുടെയും പ്രായം. എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും വിദ്യാർത്ഥികൾ യോഗ്യത നേടിയിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പേർ യോഗ്യത നേടിയത്. ഇവിടെ നിന്ന് 1.7 ലക്ഷത്തിലധികം പേർ വിജയിച്ചു. ലക്ഷദ്വീപിൽ 43 പേരാണ് യോഗ്യത നേടിയത്. 17 സംസ്ഥാന ടോപ്പർമാർക്ക് 700-ലധികം മാർക്ക് ലഭിച്ചപ്പോൾ 26 സംസ്ഥാന ടോപ്പർമാർ 690-ൽ കൂടുതൽ മാർക്ക് നേടി. ജൂൺ 21-ന് നടന്ന പുനഃപരീക്ഷയിൽ ഇന്ത്യയിലെ 551 നഗരങ്ങളിലെയും വിദേശത്തെ 14 നഗരങ്ങളിലെയും 5440 പരീക്ഷാ കേന്ദ്രങ്ങളിലായി ഏകദേശം 20 ലക്ഷം വിദ്യാർത്ഥികൾ പങ്കെടുത്തിരുന്നു. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഉൾപ്പെടെ 13 ഭാഷകളിലായിരുന്നു പരീക്ഷ. യോഗ്യത നേടിയവരിൽ 58%-ലധികം പേരും പെൺകുട്ടികളാണ്. ആൺകുട്ടികളെക്കാൾ ഉയർന്ന വിജയനിരക്കും പെൺകുട്ടികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനറൽ വിഭാഗത്തിൽ 2.91 ലക്ഷം പേരും OBC NCLൽ 5.12 ലക്ഷം വിദ്യാർത്ഥികളും വിജയിച്ചു. SC വിഭാഗത്തിൽ 1.59 ലക്ഷവും ST വിഭാഗത്തിൽ 63,716 പേരും യോഗ്യത നേടി. ജനറൽ EWSൽ 95,026 പേരും ഭിന്നശേഷിക്കാരിൽ 3,666 പേരും PWD വിഭാഗത്തിൽ 303 പേരും വിജയിച്ചിട്ടുണ്ട്. അന്തിമ ഉത്തരസൂചിക പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെയാണ് ഫലം പ്രഖ്യാപിച്ചത്. ഫിസിക്സ് വിഷയത്തിലെ 2 ചോദ്യങ്ങളിൽ മാറ്റം വരുത്തിയിരുന്നു. ഒരു ചോദ്യം ഒഴിവാക്കുകയും മറ്റൊരു ചോദ്യത്തിന് 2 ഉത്തരങ്ങളും ശരിയാണെന്ന് അംഗീകരിക്കുകയും ചെയ്തതിനെ തുടർന്ന് മൂല്യനിർണ്ണയ ചട്ടപ്രകാരം എല്ലാ വിദ്യാർത്ഥികൾക്കും 8 ഗ്രേസ് മാർക്ക് നൽകിയിരുന്നു. ഫലം പ്രസിദ്ധീകരിച്ചതോടെ യോഗ്യത നേടിയവർ MBBS BDS ആയുഷ് മറ്റു ബിരുദ മെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള കൗൺസിലിംഗ് നടപടികളിൽ പങ്കെടുക്കും. അഖിലേന്ത്യാ കോട്ടയിലെ 15% സീറ്റുകളിലേക്കുള്ള കൗൺസിലിംഗ് മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയും നടത്തും. ശേഷിക്കുന്ന സംസ്ഥാന കോട്ട സീറ്റുകളിലേക്കുള്ള പ്രവേശനം അതത് സംസ്ഥാന കൗൺസിലിംഗ് അതോറിറ്റികളാണ് നടത്തുക. നാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.